മൂന്നാറിൽ കുറച്ച് വൈകിട്ടാണെങ്കിലും അതിശൈത്യം എത്തിയിട്ടുണ്ട്. ഈ വർഷം ആദ്യമായി താപനില 0-ന് താഴേക്കെത്തി. ഗുണ്ടുമല, ദേവികുളം മേഖലയിലാണ് കുറഞ്ഞ താപനില 0-ന് താഴെ എത്തിയത്. സാധാരണ ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ ആണ് മൂന്നാറിൽ അതിശൈത്യം എത്തുന്നത്. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേർന്നു. ജെയിൻ, ഇപ്പോൾ നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും അവിടെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അതിശൈത്യം തുടങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടോ? ഏതൊക്കെ മേഖലകളിലാണ് ഈ 0-ന് താഴേക്ക് താപനില എത്തിയത്? അഞ്ജിത, സാധാരണ ഈ വാർത്ത ചെയ്ത് കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ സാധാരണ അതിൻ്റെ അടിയിൽ വന്നിട്ട് ആളുകൾ ചീത്ത വിളിക്കാറാണ് പതിവ്. കാരണം നമ്മൾ താപനില 0-ന് താഴെ എത്തിയെന്ന് വാർത്ത കൊടുക്കും, പക്ഷെ മൂന്നാറിൽ ചെന്ന് കഴിയുമ്പോൾ ആ തണുപ്പില്ല, ഭയങ്കര ചൂടാണ് എന്ന് പറയും. ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ അല്ലെങ്കിൽ നേരം പുലരുന്ന സമയത്ത് ഒരു 4 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് ശേഷമോ ആണ് ഈ താപനില വരുന്നത് എന്നുള്ളതാണ്. രാവിലെ ഒരു 7 മണിക്ക് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ പോകേണ്ടത് നേരം പുലരുന്നതിന് മുമ്പാണ്. അത് മൂന്നാറിലെ ടൗണിലെ അല്ലെങ്കിൽ ടൗണുമായി ചേർന്ന് കിടക്കുന്ന പല പ്രദേശത്തും ഈ തണുപ്പ് അനുഭവപ്പെടണമെന്നില്ല. ദേവികുളത്ത് എസ്റ്റേറ്റിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഗുണ്ടുമല, ചെണ്ടുവര ഉൾപ്പെടെയുള്ള പ്രദേശം, സൈലൻറ്റ് വാലി ഉൾപ്പെടെയുള്ള ഈ പ്രധാന റൂട്ടിൽ നിന്ന് കുറച്ചകത്തേക്ക് പോകുമ്പോഴാണ് ഈ താപനില അനുഭവപ്പെടുന്നത്. സാധാരണ ഈ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഈ വിനോദസഞ്ചാരികളായി പോകുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വളരെ വൈകിയാണ് അങ്ങോട്ട് താപനില അല്ലെങ്കിൽ അതിശൈത്യം എത്തിയിരിക്കുന്നത് എന്ന് പറയാം. കഴിഞ്ഞ വർഷം ഒരു ജനുവരി 10-ാം തീയതിയോ അല്ലെങ്കിൽ 10-ാം തീയതിക്ക് ശേഷം മൈനസിലേക്ക് എത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈ മാസം ജനുവരി മാസം അവസാനിക്കാൻ പോവുകയാണ്. കാരണം ഇടയ്ക്ക് സംഭവിച്ചത് ഈ അല്ലെങ്കിൽ അതിശൈത്യത്തിൻ്റെ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ മൂന്നാറിൽ മഴ പെയ്തു. അപ്പോൾ വീണ്ടും തണുപ്പ് കുറഞ്ഞു പോയി. ഏറ്റവും പ്രധാനപ്പെട്ടത് പകല് കഠിനമായിട്ടുള്ള ചൂടായിരിക്കുമെന്നുള്ളതാണ്. പകൽ സമയത്ത് ചൂട് കൂടുന്തോറും രാത്രിയിൽ തണുപ്പിൻ്റെ കാഠിന്യം വളരെ കൂടുതലായിരിക്കും. അതാണ് അവിടുത്തെ ഒരു രീതി. അതുകൊണ്ട് തന്നെ മൂന്നാറിൽ അതിശൈത്യം എത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് ശേഷം പോയാൽ അവിടെ ആ തണുപ്പ് അനുഭവപ്പെടില്ല. കാണാൻ ആഗ്രഹിക്കുന്നവർ തലേ ദിവസം പോയി തന്നെ അവിടെ താമസിക്കുകയും നേരം പുലരുന്നതിന് മുമ്പ് കുറഞ്ഞതൊരു 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് ഈ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ അതിശൈത്യം അനുഭവപ്പെടുന്ന മേഖലകളുണ്ട്, അങ്ങോട്ട് എത്തിയാൽ മാത്രമേ ഈ കാഴ്ച കാണാൻ കഴിയൂ. കുണ്ടള ഡാമിൻ്റെ സമീപത്തൊക്കെ പോയി നിന്നാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആ ഡാമിൽ നിന്ന് ഈ ആവി ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു കാഴ്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ജിത. ഓക്കെ, ജെയിൻ എന്തായാലും മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടേക്ക് പോയിട്ട് ചീത്തവിളി ഒന്നും കേൾക്കണ്ട എന്ന് ഉദ്ദേശിച്ചുണ്ട്. ജെയിൻ, അപ്പോൾ അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? അപ്പോൾ അവർ ശീലിച്ചു വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ തോട്ടം തൊഴിലാളികൾക്കൊക്കെ ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല, അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അവരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന സമയമാണല്ലോ. ഈ മൂന്നാറിൽ ഒരു 14-15 ഡിഗ്രി ആണ് സാധാരണ സമയങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടുന്നത്. ഈ ജനുവരി മാസത്തിലാണ് ഈ താപനില വളരെ താഴേക്ക് പോകുന്നത്. സാധാരണ ഈ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ ജോലിക്ക് ഇറങ്ങുന്നത് ഈ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു 8 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ അവർ അതിന് ശേഷമാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഈ തണുപ്പ് അവരെ ബാധിക്കുന്നതല്ല. അവരെ സംബന്ധിച്ച് വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന ഒരു സമയം കൂടിയാണ്. ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ വലിയ ഉന്മേഷം നൽകുന്ന ഒരു സമയമാണ്. കാരണം ന്യൂ ഇയറിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ ഒരു ഓഫ് സീസൺ മൂഡിലേക്ക് കാര്യങ്ങളിലെത്തും. ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഡേയുടെ ഒക്കെ തുടർച്ചയായിട്ടുള്ള അവധിയൊക്കെ കഴിഞ്ഞ് വിനോദസഞ്ചാരികൾ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന സമയമാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഈ അതിശൈത്യം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. സാധാരണ നേരത്തെയൊക്കെ ഡിസംബർ ഒരു പകുതി ആകുന്നതോടുകൂടി ഈ മൈനസിലേക്ക് എത്തും. അതിനുശേഷം വലിയ രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകും. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഈ പുൽമേടുകളിലൊക്കെ ഈ വെള്ള നിറത്തിൽ കാണാൻ കഴിയും. അതിനുശേഷം ഒരു ജനുവരി പകുതിയോടുകൂടി കാലാവസ്ഥ മാറുന്നതാണ് രീതി. ആകെ ഒരു പ്രതിസന്ധിയുള്ളത് തേയിലയ്ക്ക് മാത്രമാണ്. തേയില ചെടികളുടെ അല്ലെങ്കിൽ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ തണുപ്പുണ്ടാകുന്ന സമയത്ത് തേയില ചെടികൾ കരിഞ്ഞു പോകാൻ, ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇല്ല. അവർക്ക് ഒരു ശീലമായിട്ടുള്ള കാലാവസ്ഥയാണ്. മുൻപുണ്ടായിരുന്ന തണുപ്പ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അഞ്ജിത. ശരി ജെയിൻ, എന്തായാലും
മൂന്നാറിൽ അതിശൈത്യമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിശൈത്യ കാഴ്ച ആസ്വദിക്കണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ തലേ ദിവസം പോയി അവിടെ വല്ല റൂമൊക്കെ എടുത്ത് നിൽക്കുന്നതാണ് നല്ലത്. ഒരു 7 മണിക്ക് ശേഷം പിന്നെ പോയാൽ ആർക്കും ഈ അതിശൈത്യ കാഴ്ച അനുഭവിക്കാൻ കഴിയില്ല. പിന്നീട് നല്ല കട്ട ചൂടാണ്. ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. നല്ല മനോഹരമായ കാഴ്ചകളല്ലേ?